IU ഫസ്റ്റ് ഡേ പോയതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പേഴ്സണലി എനിക്ക് കുറച്ച് പേര് കുറച്ചധികം ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. IU BH സെയിം ആണോ അല്ലയോ എന്നാണ് ചിലവർക്ക് ഡൗട്ട്. ഒരു വർഷമായിരിക്കും നമുക്ക് വിസ അടിച്ചു തരുന്നത്. ആ സമയം അത് കഴിഞ്ഞ് നമ്മൾ എക്സ്റ്റൻഷന് ചെല്ലുമ്പോഴേക്കും അവർ നമ്മുടെ അറ്റൻഡൻസ് നോക്കും. പിന്നെ IUവും BSPയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ IUവിലെ എക്സാം സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെമസ്റ്റർ ബേസ് ആണല്ലോ എക്സാം വരുന്നത്. പിന്നെ ക്ലാസ്സിൽ ചെന്ന് കഴിയുമ്പോൾ ടീച്ചേഴ്സും നമ്മുടെ സ്റ്റുഡൻറ്റും തമ്മിലുള്ള ഒരു ബോണ്ട് എങ്ങനെയാണെന്ന് കുറേ പേര് ചോദിച്ചു. നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ്. കംപ്ലീറ്റ് ആക്കാതെ നമുക്ക് മെയിൻ എക്സാമിലോട്ട് കയറാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. വേറെ ഒന്നുമല്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വരാനും പിന്നെ എനിക്കിവിടെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയുള്ള ഒരു ടൈമായിരുന്നു. വെറുതെ വന്ന് ചുമ്മാ നിങ്ങളോട് പറയാൻ പറ്റിയല്ലോ, അതുകൊണ്ടാണ് ഇതെല്ലാം അറിഞ്ഞിട്ട് വന്ന് പറയാമെന്ന് ഓർത്തുകൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ് വന്നത്. പിന്നെ ഞാൻ IUവിൽ ഫസ്റ്റ് ഡേ പോയതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ പേര് കുറച്ച് ഡൗട്ടൊക്കെ ചോദിച്ചായിരുന്നു. പിന്നെ പേഴ്സണലി എനിക്ക് കുറച്ച് പേര് കുറച്ചധികം ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതുപോലെ തന്നെ പിന്നെയും വരുന്നവർ സെയിം സാധനം തന്നെയാണ് എന്നോട് ചോദിക്കുക. അപ്പോൾ ഞാൻ ഓർത്ത് അത് വീഡിയോ ആയിട്ട് ഇടാമെന്ന് ഓർത്തു. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ സംശയം എന്താണെന്ന് വെച്ചാൽ IU BH സെയിം ആണോ അല്ലയോ എന്നാണ് ചിലവർക്ക് ഡൗട്ട് അടിക്കൊന്നും വേണ്ട, ഇത് രണ്ടും സെയിം തന്നെയാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കോളേജിലെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് അതൊക്കെ ചോദിച്ച് കുറച്ച് പേര് മെസ്സേജ് അയച്ചതിൽ അവർ കുറേ വീഡിയോ കണ്ടിട്ടുണ്ട്. പോസിറ്റീവും കണ്ടിട്ടുണ്ട്, നെഗറ്റീവും കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായം വെച്ച് പറയാനാണെങ്കിൽ ഇവിടെ വന്നിട്ട് എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. എല്ലാ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും എല്ലാം സെയിം തന്നെയാണ്, സെയിം ഒരേപോലത്തെ നേച്ചറൊക്കെ തന്നെയാണ്. പക്ഷേ IUവിലുള്ളതെന്ന് പറഞ്ഞാൽ അറ്റൻഡൻസ് വലിയ മുഖ്യമൊന്നുമല്ല. പക്ഷേ വിസ എക്സ്റ്റൻഷൻ ടൈം വരുമല്ലോ, ഒരു വർഷമായിരിക്കും നമുക്ക് വിസ അടിച്ചു തരുന്നത്. ആ സമയം അത് കഴിഞ്ഞ് നമ്മൾ എക്സ്റ്റൻഷന് ചെല്ലുമ്പോഴേക്കും അവർ നമ്മുടെ അറ്റൻഡൻസ് നോക്കും. അപ്പോൾ ആ സമയത്ത് ചെറിയൊരു വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് കഴിവതും ക്ലാസ്സിൽ പോകാൻ നോക്കുക. പിന്നെ ഇവിടെ ഞാൻ ബെർലിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് BSBയും പിന്നെ IU ആണ് ഞാൻ കൂടുതലും കണ്ടത്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് കൂടുതൽ പിള്ളേരും ഈ രണ്ട് യൂണിവേഴ്സിറ്റീസിലാണ് വരുന്നത്. പിന്നെ IUവും BSPയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ IUവിൽ എക്സാംസ് കമ്പൽസറിയാണ്. പക്ഷേ BSPയിലോട്ട് വരുമ്പോഴേക്കും അവിടെ അസൈൻമെൻറ്റ്സ് മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് എന്ന് പറഞ്ഞാൽ അറ്റൻഡൻസ് വലിയ മുഖ്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോളേജിൽ അറ്റൻഡൻസ് മുഖ്യമല്ല. പക്ഷേ എക്സ്റ്റൻഷന് ചെല്ലുമ്പോൾ വിസ എക്സ്റ്റൻഷന് ചെല്ലുമ്പോഴേക്കും അറ്റൻഡൻസ് അവർ നോക്കും. അതുകൊണ്ട് കഴിവതും ക്ലാസ്സിൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോവുക. BSPയിലാണെങ്കിൽ അറ്റൻഡൻസ് കമ്പൽസറിയാണ്. അതുകൊണ്ട് ക്ലാസ്സിൽ പോകണം നിർബന്ധമായിട്ട്. പിന്നെ IUവിലെ എക്സാം സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെമസ്റ്റർ ബേസ് ആണല്ലോ എക്സാം വരുന്നത്. ഇപ്പോൾ ഒരു സെമസ്റ്ററിൽ 6 വിഷയങ്ങളുണ്ടാവും. ഈ 6 വിഷയങ്ങളും 2 ക്വാർട്ടറായിട്ട്, ആദ്യത്തെ ക്വാർട്ടറിൽ ഒരു 3 സബ്ജക്റ്റ് പഠിപ്പിച്ച് എക്സാം നടത്തും. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ക്വാർട്ടറിൽ ബാക്കി 3 സബ്ജക്റ്റാണ് അവർ പഠിപ്പിച്ച് വിടുന്നത്. എക്സാംസിൻ്റെ കാര്യം വരുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ അവർ തരുന്ന ഡേറ്റിൽ നമ്മൾ പോയി എഴുതണമെന്ന് അങ്ങനെയൊന്നുമില്ല. നമുക്ക് എപ്പോഴാണോ നമ്മൾ പഠിച്ചു കഴിയുന്നത് നമുക്ക് ആ ഒരു ടൈം നോക്കിയിട്ട് നമുക്ക് ഓൺലൈൻ എക്സാം എഴുതാവുന്നതാണ്. പിന്നെ ഇപ്പോൾ ഒരു ക്വാർട്ടർ കഴിഞ്ഞിട്ട് അടുത്ത ക്വാർട്ടറിലോട്ട് പോകുന്നതിൻ്റെ ആ ഗ്യാപ്പിൽ തന്നെ എക്സാം എഴുതണമെന്നൊന്നും കമ്പൽസറി ഒന്നുമില്ല. നമുക്ക് എപ്പോഴാണോ പഠിച്ചു തരുന്നത്, ഇപ്പോൾ ചിലപ്പോൾ 2 ക്വാർട്ടർ കഴിയുമ്പോഴായിരിക്കും നമ്മൾ എക്സാം എഴുതാൻ നമുക്ക് തോന്നുന്നത്, നമുക്ക് പഠിച്ച് കഴിയുന്ന ആ സമയത്തായിരിക്കും. നമുക്ക് അപ്പോൾ വേണമെങ്കിൽ ഓൺലൈൻ എക്സാം അറ്റൻഡ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ എക്സാം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ആദ്യത്തെ ക്വാർട്ടർ കഴിയുമ്പോൾ 3 മാസം കഴിയുമ്പോൾ തന്നെ അടുത്ത ക്വാർട്ടറിലോട്ട് കയറുന്നതിൻ്റെ ആ ഗ്യാപ്പിൽ തന്നെ എക്സാം എഴുതണമെന്നൊന്നുമില്ല. നമുക്ക് എപ്പോഴാണ് നമ്മൾ പഠിച്ചു കഴിയുന്നത് ആ ടൈമിൽ എക്സാം എഴുതിയാൽ മതി. ഇപ്പോൾ രണ്ടാമത്തെ ക്വാർട്ടർ കഴിയുമ്പോഴാണ് നമുക്ക് എക്സാം എഴുതാൻ തോന്നണമെങ്കിൽ ആ ടൈമിൽ എഴുതിയാൽ മതി. എക്സാം നമുക്ക് 2 ടൈപ്പായിട്ട് നമുക്ക് എഴുതാം. ഒന്ന് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കോളേജിൽ ചെന്ന് ഒരു ടീച്ചറുണ്ടാവും, ഒരു ലെക്ചറുണ്ടാവും. ആ ലെക്ചർ നമ്മളെ വാച്ച് ചെയ്യാനായിട്ടുണ്ടാവും. നമ്മൾ എന്നിട്ട് നോർമലായിട്ട് എങ്ങനെ എക്സാം എഴുതണം അതുപോലെ തന്നെ എക്സാം എഴുതി വിടുക. പിന്നെ അതല്ലാതെ ഓൺലൈനായിട്ട് എഴുതാൻ പറ്റും. ഓൺലൈനായിട്ട് എഴുതുമ്പോൾ അവിടെ 2 ക്യാമറ കമ്പൽസറിയാണ്. ഒന്ന് നമ്മുടെ ഫേസ് കാണിച്ചിട്ടുള്ളതും പിന്നെ നമ്മളുടെ നമ്മളിപ്പോൾ ടൈപ്പാണ് റൈറ്റിംഗ് ആണ് എന്താണെങ്കിലും നമ്മുടെ കയ്യിലേക്ക് നോക്കിയൊരു ക്യാമറയും വെക്കണം. പിന്നെ നമുക്ക് മെയിൻ എക്സാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഇവിടെ കുറേ യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ പോലെ ടെസ്റ്റ് പേപ്പർ എന്നൊക്കെ പറയത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ യൂണിറ്റ് ടെസ്റ്റ് ഉണ്ട്. അത് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ വീട്ടിൽ ഇരുന്ന് നമുക്ക് ചെയ്യാം. എപ്പോഴാണെങ്കിൽ വെച്ചാൽ നമുക്കത് കംപ്ലീറ്റ് ആക്കാതെ നമുക്ക് മെയിൻ എക്സാമിലോട്ട് കയറാൻ പറ്റത്തില്ല. യൂണിറ്റ് ടെസ്റ്റ് തോറ്റെന്ന് ഓർത്ത് പേടിക്കൊന്നും വേണ്ട, എത്ര വേണമെങ്കിലും നമുക്ക് എഴുതാം. ഫെയിൽ ആയാലും കുഴപ്പമില്ല, നമുക്ക് എത്ര വട്ടം വേണമെങ്കിലും നമുക്കത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കാം. പിന്നെ അതെല്ലാം യൂണിറ്റ് ടെസ്റ്റ് എല്ലാം പാസ്സായാൽ മാത്രമേ നമുക്ക് മെയിൻ എക്സാം എഴുതാൻ പറ്റുള്ളൂ. പിന്നെ എക്സാംസിനെ പറ്റിയുള്ളത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, ഞാൻ അറ്റൻഡ് ചെയ്തോ, എങ്ങനെയാണ് എക്സാം? ഞാൻ ഇതുവരെയായിട്ട് അറ്റൻഡ് ചെയ്തിട്ടില്ല. ഞാൻ ജനുവരി വന്നതാണ്. അപ്പോൾ 3 മാസം കഴിഞ്ഞു. എനിക്ക് ക്വാർട്ടർ ബ്രേക്ക് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ക്വാർട്ടർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഞാൻ പാർട്ട് ടൈം ജോബ് ഫോക്കസ് ചെയ്ത് നടക്കുകയായിരുന്നു. കുറേ തേടി അതിൻ്റെ പുറകെ ആയതുകൊണ്ട് എനിക്ക് എക്സാം എഴുതാനും പറ്റിയിട്ടില്ല, പഠിക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ സെറ്റായിട്ട് എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്.
പിന്നെ ക്ലാസ്സിൽ ചെന്ന് കഴിയുമ്പോൾ ടീച്ചേഴ്സും നമ്മൾ സ്റ്റുഡൻറ്റും തമ്മിലുള്ള ഒരു ബോണ്ട് എങ്ങനെയാണെന്ന് കുറേ പേര് ചോദിച്ചു. നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ്. നാട്ടിലെ പോലെ അത്ര കമ്പനി ആകത്തില്ല, പക്ഷേ നമുക്ക് പറഞ്ഞു തരാൻ ഇപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവർ നമ്മളോട് ചോദിക്കും. ഡൗട്ട് ഉണ്ടോ കുറേ വട്ടം ചോദിക്കും. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാം, അവർ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. പിന്നെ ഞാൻ പഠിക്കുന്ന കോഴ്സ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പഠിക്കുന്നത് MSc സൈബർ സെക്യൂരിറ്റിയാണ് പഠിക്കുന്നത്. കോഴ്സ് ടഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടഫാണ്, പക്ഷേ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഹാൻഡിൽ ചെയ്ത് പോകാമെന്നേ ഉള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് ഇവിടം വരെ വരാനുള്ള കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് ഇവിടം വരെ വരാനുള്ള കോസ്റ്റ് എത്രയായി, ടോട്ടൽ കോസ്റ്റ് എത്രയായി, പിന്നെ ഏജൻസി ഏതായിരുന്നു, അല്ലെങ്കിൽ ഏജൻസി ചെന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ വിസയ്ക്ക് പോയപ്പോൾ ഉണ്ടായത് എങ്ങനെ, എത്ര ദിവസം എടുത്ത് വിസ കിട്ടാൻ, APS ചെയ്തപ്പോൾ എത്ര ദിവസം എടുത്തിട്ടാണ് നമുക്ക് കിട്ടിയത്, ചിലർക്ക് APS വരാൻ ലാഗ് അടിക്കുന്നു, ചിലർക്ക് നേരത്തെ കിട്ടുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ റിജക്ഷൻ വന്ന കാര്യം കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പോൾ സൈനിങ്.